ഭാരതാംബ വിഷയം ചർച്ചയാക്കേണ്ട ആവശ്യമില്ല എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വന്തം അമ്മയെ ആരെങ്കിലും ചർച്ചയാക്കുമോ എന്നും ഗവർണർ ചോദിച്ചു. ഭാരത് മാത എന്ന് പറയാത്തവർ പോലും ഭാരത് മാതാ കി ജയ് വിളിക്കുന്നുവെന്നും ഗവർണർ ആർലേക്കർ പറഞ്ഞു. My only thing is that Bharat Mata cannot be a issue for debate. It cannot be issue for a discussion also. How it can be? Can my mother be a topic for discussion? How it can be? My mother is mother. It is above everything. My Bharat Mata is above everything, beyond everything. You may be having your different thoughts, different ideology, but we are brothers. We are sisters. That particular issue has to be there in our mind. രാജ്ഭവനെ RSS വൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെല്ലുവിളി. അതേസമയം കാവിക്കുടി ഏന്തിയ ഭാരതാംബ വിഷയത്തിൽ തങ്ങളുടെ നിലപാടിനെ CPIM തള്ളിപ്പറയുന്നു എന്ന് കരുതുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPIM ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പോകുന്നില്ല എന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. CPIയെ തള്ളി CPM രംഗത്ത് വരില്ല. അതേപ്പറ്റി ഈ ഘട്ടത്തിൽ CPMനോട് ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ CPI ഇല്ല, ഉറപ്പായിട്ടുമില്ല. അതേപ്പറ്റിയുള്ള ചർച്ചയുടെ സമയം ഇതാണെന്ന് CPI കാണുന്നുമില്ല. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് അങ്ങനെ പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കാനേ ആകുന്നില്ല ഞങ്ങൾക്ക്. അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ വിളിക്കേണ്ട മുദ്രാവാക്യം സംബന്ധിച്ചിടത്തോളം CPMന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ CPIയോട് ഇന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം. എന്തായാലും CPM വിളിക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെയും BJPയെയും ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. പേടിച്ച് പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നേരെ. അപ്പോൾ കേരളത്തിലെ രാജ്ഭവനെ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ആയി ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെതിരായിട്ടുള്ള അതിശക്തിയായ പ്രതിഷേധം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും പറയണ്ടേ? പക്ഷെ മുഖ്യമന്ത്രി പറയുന്നില്ല. ഭാരതാംബ വിഷയത്തിലെ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നതിനിടെ വന്നിട്ടുള്ള ഇന്നത്തെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഏത് തരത്തിലാണ് ഇത് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്? രാജ്ഭവൻ ആ വിഷയത്തിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സന്ദർഭത്തിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ വിവാദത്തിന് മറ്റ് ചില രാഷ്ട്രീയ മാനങ്ങൾ കൈവരാൻ സാധ്യതയുണ്ടോ? സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. സലീം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഭാരതാംബ ചിത്ര വിവാദം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ CPI അതിശക്തമായവരുടെ പ്രതിഷേധവും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് ഗവർണർ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മറ്റെല്ലാത്തിനും ഉപരിയായി അമ്മയെ നമ്മൾ കാണുന്നു, ഭാരതാംബയെ കാണുന്നു, അതുകൊണ്ട് അമ്മ ചർച്ചയ്ക്കുള്ളൊരു വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. CPIയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതാണ് മറ്റൊരു സംവാദ വിഷയമായി സമൂഹത്തിന് മുന്നിലുള്ളത്. എങ്ങനെയാണ് ഈ പ്രതികരണങ്ങളെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ രാഷ്ട്രീയ വിവാദം തീരുകയാണോ അതോ കൂടുതൽ ശക്തി ആർജിച്ച് മുന്നോട്ട് പോവുകയാണോ? GK, ഈ രാഷ്ട്രീയ വിവാദം കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം അത് എന്തായാലും തൽക്കാലം അവസാനിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം സാധാരണഗതിയിൽ ഒരു ഇത്തരത്തിലുള്ള സമാനമായ വിഷയങ്ങളോ വിവാദങ്ങളോ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു വാർത്താക്കുറിപ്പ് സാധാരണഗതിയിൽ വരുന്നതാണ്. ഈ ദിവസത്തിനിടയിൽ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ സർക്കാരിൻ്റെ അവസാന വർഷത്തിൽ രാജ്ഭവനുമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ വേണ്ട എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. പക്ഷേ CPI നിലപാട് കടുപ്പിക്കുകയാണ്. CPI ഗവർണർക്കെതിരെയും ഈ വിവാദത്തിലും നിലപാട് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ചില CPIMന്റെ തന്നെ മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് CPIയുടെ നിലപാടിനൊപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലവിലെ മൗനം തന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. അതേസമയം ഗവർണർ ആകട്ടെ നിലവിലെ നിലപാടിൽ നിന്നൊരു ഇഞ്ച് പോലും പുറകോട്ടില്ല. ആദ്യ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ലോക പരിസ്ഥിതി ദിനത്തിൽ ഇത്തരത്തിൽ കൃഷി വകുപ്പ് മന്ത്രി ആ പരിപാടി ഒഴിവാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഗവർണർ ഒരു യുദ്ധപ്രഖ്യാപനം സർക്കാരിനെതിരെ നടത്തിയിരുന്നു. കാരണം അതേ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഗവർണർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് ആ ദിവസത്തെ മാത്രം പ്രതികരണമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് ഒരു നെടുമങ്ങാട് നടന്ന ഒരു പൊതുവേദിയിലെ ഗവർണറുടെ പ്രതികരണം. ഗവർണർ പറഞ്ഞത് ഭാരതാംബയെ അംഗീകരിക്കാത്തവർ പോലും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് നല്ല സൂചനയാണ്. പക്ഷേ താൻ അതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം അമ്മമാരെ ആരെങ്കിലും ചർച്ചാ വിഷയമാക്കുമോ എന്നതുൾപ്പെടെയാണ് ഗവർണർ ചോദിക്കുന്നത്. അതുകൊണ്ട്
തന്നെ സ്വാഭാവികമായും ഗവർണർ ആ വിഷയത്തെ ആ നിലയിൽ തന്നെ ഒരു ചർച്ചയാക്കുന്നുണ്ട്. ആ വിഷയം ആ നിലയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷമാകട്ടെ മുഖ്യമന്ത്രിക്ക് രാജ്ഭവനെ തള്ളിപ്പറയാനുള്ള ധൈര്യമുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ കാണേണ്ടത് തുടർന്ന് വരുന്ന പരിപാടികൾ, രാജ്ഭവനുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ സർക്കാർ സഹകരിക്കുമോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം നിലവിൽ എന്തായാലും രാജ്ഭവനിൽ നിന്ന് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തുടർന്ന് വരുന്ന പരിപാടികളിലും ഒരു ചടങ്ങ് പോലെ തന്നെ ഈ നിലയിൽ ആ ഭാരതാംബ ചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിക്കുക എന്നുള്ളൊരു നിലപാട് രാജ്ഭവൻ സ്വീകരിക്കും. അങ്ങനെയെങ്കിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, ആ പരിപാടികളൊക്കെയും ബഹിഷ്കരിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ വർഷമാണ്. നേരിട്ടൊരു ഏറ്റുമുട്ടൽ തൽക്കാലം വേണ്ട എന്നുള്ളതാണ് നിലപാട്. പുതിയ ഗവർണർ വന്നതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഇടവിട്ട് രാജ്ഭവൻ സന്ദർശിച്ചിരുന്നു. ഒരു അനുനയത്തിൻ്റെ പാതയിലായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ പോയത്. പരസ്പരം പുകഴ്ത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിവസവും തിരുവനന്തപുരത്തേക്ക് എത്തിയ ഉടൻ തന്നെ ആദ്യം ഗവർണർ പോയത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ്. അവിടെ എത്തി ആശംസ അറിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദം അവസാനിപ്പിക്കുമോ, മുഖ്യമന്ത്രി അവസാനിപ്പിച്ച് ഗവർണർക്കെതിരെ രൂക്ഷമായ ഒരു നിലപാടെടുക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇനി നമ്മൾ കാണേണ്ടതാണ്. ജി.കെ. ശരി, സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. സലീം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും സർക്കാരും രാജ്ഭവനും തമ്മിൽ, സർക്കാരും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഭാരതാംബ ചിത്ര വിവാദത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ പോകുന്നുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ കാര്യത്തിൽ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ തയ്യാറായിട്ടുമില്ല. മറ്റെല്ലാത്തിനും ഉപരിയാണ് ഭാരതാംബ. അതുകൊണ്ട് അതിനൊരു തർക്കത്തിന്റെ വിഷയം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള പരിപാടിയിൽ സർക്കാർ രാജ്ഭവനുമായി സഹകരിക്കുമോ എന്നതാണ് ഇനി ഏത് തരത്തിലായിരിക്കും ഗവർണർ മുഖ്യമന്ത്രി ഭരണം തുടർന്ന് അങ്ങോട്ട് പോവുക എന്നതിന്റെ സൂചനയായി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഏതായാലും മുൻ ഗവർണറെ അപേക്ഷിച്ച് വലിയ സമന്വയത്തിന്റെ പാത ഈ ഗവർണറുമായി കണ്ടെത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിരുന്നു. ആ ഒരു നല്ല കാലം അവസാനിക്കുകയാണോ, അതല്ല മുഖ്യമന്ത്രിയുടെ മൗനത്തിലൂടെ ഈ പ്രശ്നത്തെ അവസാനിപ്പിക്കാൻ, ഈ വിവാദത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. സലീം മാലിക് അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുകയായിരുന്നു.